സാൻ ജോസ് ഹോം 2023 ഓഗസ്റ്റ് 17 ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ ഹൈറേഞ്ചിൻ്റെ കവാടമായ ചീനിക്കുഴിയിൽ ആരംഭിച്ച സീനിയർ സിറ്റിസൺസ് ഹോം സാമ്പത്തിക ഭേദമന്യേ ആർക്കും സുരക്ഷിതമായി സന്തോഷപൂർവ്വം വാർദ്ധക്യകാലം ചെലവഴിക്കാവുന്ന ആധുനിക സൗകര്യങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് എന്ന പേരിൽ പരക്കെ അറിയപ്പെടുന്ന ASMI എന്ന ചുരുക്കപ്പേരുള്ള അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന സന്യാസിനി സമൂഹത്തിൻ്റെ ഉടമസ്ഥതയിലും നടത്തിപ്പിലും ഉള്ളതാണ് ഈ സ്ഥാപനം. വളരെ സൗകര്യപ്രദവും TV, AC എന്നിങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങളുള്ളതുമായ മുറികളാണ് നിർദ്ദിഷ്ട തുക നൽകി താമസിക്കുന്നവർക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. സൗകര്യപ്രദമായ ലിവിംഗ് റൂം, ബാൽക്കണി എന്നിവ താമസ സൗകര്യത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. എല്ലാ ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും വൈകുന്നേരങ്ങളിൽ കുംഭനമസ്കാരം പ്രാർത്ഥിക്കുവാനും ഏത് സമയവും കടന്നു ചെന്ന് സ്വകാര്യ പ്രാർത്ഥനകൾ നടത്താനും ഉതകുന്ന മനോഹരമായ ചാപ്പൽ ഈ സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ടാണ്. സാൻ ജോസ് ഹോമിൻ്റെ അനുബന്ധ സ്ഥാപനമായ സാൻ ജോസ് ക്ലിനിക്ക് ഒരേ കെട്ടിടത്തിൽ തന്നെ സാൻ ജോസ് ഹോമിനോടൊപ്പം പ്രവർത്തിക്കുന്നു. സാൻ ജോസ് ഹോമിൽ താമസിക്കുന്നവർക്കും പരിസരവാസികൾക്കും ഏറെ പ്രയോജനപ്രദമായ സാൻ ജോസ് ക്ലിനിക്കിൽ ASMI സന്യാസി സമൂഹത്തിൽ തന്നെ പെടുന്ന ഒരു ഡോക്ടർ, BSc നഴ്സിംഗ് പാസ്സായ ഒരു നേഴ്സ്, ഒരു ഫാർമസിസ്റ്റ് എന്നിവർ മുഴുവൻ സമയവും ഇവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. ജന്മദിനം ഉൾപ്പെടെയുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രത്യേക ദിവസങ്ങൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കും. ഇവിടെ താമസിക്കുന്നവരുടെ മാനസിക, ശാരീരിക തലങ്ങളിലുള്ള ആരോഗ്യം വീണ്ടെടുക്കാനും നിലനിർത്താനും വർദ്ധിപ്പിക്കാനുമായി ഒരു ഇൻ്റർനാഷണൽ യോഗ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ലഭിച്ച സ്റ്റാഫിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസങ്ങളിലും 1 മണിക്കൂർ സമയം യോഗ പരിശീലനം നൽകപ്പെടുന്നു. വൈകുന്നേരങ്ങളിൽ സ്ഥാപനാംഗങ്ങൾ കുറേ സമയം ഒരുമിച്ച് കൂടി കളിതമാശകൾ പറഞ്ഞ് ഏതാനും സമയം ചെലവഴിക്കും. സ്ഥാപനത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നടന്ന് വ്യായാമം ചെയ്യുവാൻ ചുറ്റുമുള്ള സ്വകാര്യ റോഡ് ഉപയുക്തമാക്കുന്നു. അപ്രകാരം നടക്കാൻ ആരോഗ്യം അനുവദിക്കാത്തവർക്കായി മാനസികോല്ലാസത്തിന് സഹായിക്കുന്ന അക്വേറിയം, ലവ് ബേർഡ്സ് കേജ് എന്നിവയും സ്ഥാപനത്തിൽ നിലവിലുണ്ട്. കാഞ്ഞിരപ്പള്ളി രൂപതാംഗമായ ഫാദർ ജോസ് വരിക്കുമാക്കലിൻ്റെ വീക്ഷണത്തിൽ ഉരുത്തിരിഞ്ഞ ഈ സ്ഥാപനത്തിൻ്റെ നിർമ്മാണാവശ്യങ്ങൾക്ക് തൻ്റെ പിതൃസ്വത്ത് ഉൾപ്പെടെ അദ്ദേഹം ദാനം ചെയ്യുകയും നിർമ്മാണാവശ്യങ്ങൾക്കും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കുമായി സാമ്പത്തിക സഹകരണം നൽകുകയും ചെയ്യുന്നതോടൊപ്പം അദ്ദേഹം ഈ സ്ഥാപനത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് ഇതിൻ്റെ സ്പിരിച്വൽ ഡയറക്ടർ എന്ന നിലയിൽ പ്രതിഫലമൊന്നും കൈപ്പറ്റാതെ ശുശ്രൂഷ തുടരുന്നു. സാൻ ജോസ് ഹോമിൻ്റെ പ്രവർത്തനങ്ങളിൽ സാമ്പത്തികമായിട്ടോ മറ്റേതെങ്കിലും തലങ്ങളിലോ സഹകരിക്കാനായിട്ട് സന്മനസ്സുള്ളവർ സ്ക്രീനിൽ കാണുന്ന വിലാസങ്ങളിൽ ബന്ധപ്പെടുകയാണെങ്കിൽ സന്തോഷം.